സഭ നീതി നിഷേധിക്കുന്നതായി പരാതി. വൈദികൻ തുറന്ന പോരാട്ടത്തിലേക്ക്. ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനത്തിലെ വൈദികനും റാന്നി സെന്റ് തോമസ് കോളേജ് അധ്യാപകനുമായ ഫാദർ മാത്യൂസ് വാഴക്കുന്നമാണ് സഭാ നേതൃത്വത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്കെതിരെയുള്ള കുറ്റം വ്യക്തമാക്കണമെന്നും ശിക്ഷ നടപ്പിലാക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സഭയിലെ തന്നെ മറ്റൊരു വൈദികനുമായി തർക്കമുണ്ടായതിന് ഈ വർഷം ജനുവരി ആദ്യം മുതൽ ഇരു വൈദികരെയും പൗരോഹിത്യ ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ചർച്ചയിലെ എതിർ പാനലിസ്റ്റായ വൈദികനെതിരെ മുമ്പ് തന്നെ സ്വഭാവദൂഷ്യത്തിന് പരാതി ഉണ്ടായിരുന്നതായി ഫാദർ മാത്യൂസ് വാഴക്കുന്നം പറയുന്നു. ഭദ്രാസന മെത്രാപ്പോലീത്ത അധാർമിക കാര്യങ്ങളിൽ ഇടപെട്ട ആളാണെന്ന് കമ്മീഷൻ മുമ്പാകെ മാത്യൂസ് വാഴക്കുന്നം മൊഴി കൊടുത്തിരുന്നു. കത്തോലിക്ക ബാവ വിശദീകരണം ആവശ്യപ്പെട്ട് തനിക്ക് വ്യക്തിപരമായി തന്ന കൽപ്പന ഭദ്രാസന മെത്രാപ്പോലീത്ത ഗ്രൂപ്പിൽ ഇട്ടതിനാണ് താൻ രൂക്ഷമായി പ്രതികരിച്ചത്. ഉടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് മറ്റാരോ പുറത്തുവിടുകയായിരുന്നു. അവർക്കെതിരെയല്ലേ നടപടി വേണ്ടതെന്ന് വൈദികൻ ചോദിക്കുന്നു. മാധ്യമ പ്രവർത്തകരുടെ ഒരു ഇടപെടൽ എനിക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. കാരണം ഞാൻ സമൂഹത്തിലാണ് ഇവരാൽ അപമാനിക്കപ്പെട്ടത്. ചെയ്യാത്ത തെറ്റ് എന്റെ തലയിൽ വെച്ച് കെട്ടി ഞാനൊരു വലിയ അപരാധിയാണെന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് എനിക്ക് എന്റെ നേര് പറഞ്ഞേ മതിയാവൂ. സുവിശേഷം പറയുന്ന തിരുമേനിമാരുടെയും അച്ഛന്മാരുടെയും ഇടയിൽ നടക്കുന്ന പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ വാർത്തയിൽ പറയുന്നത് പോലെ അരമന വേലി ഗർഭിണിയായോ, അവർക്ക് ഗർഭഛിദ്രം നടത്തിയോ, അവർ ആത്മഹത്യ ചെയ്യാൻ പോയോ, അവർക്ക് വീട് വെച്ച് കൊടുത്തോ? ആരാണ് അരമന വേലി? ഒരു സഭാംഗം എന്നുള്ള സാധാരണക്കാരനായി നിന്ന് അവിടുത്തെ ഒരു വൈദികൻ നിലയ്ക്ക് എന്റെ മെത്രാപ്പോലിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇല്ലെങ്കിൽ കേസ് കൊടുക്കണം, യൂട്യൂബ് ചാനലിനെതിരെ കേസ് കൊടുക്കണം. അതെന്താ മെത്രാപ്പൊലീത്ത ചെയ്യാത്തത്? ഇങ്ങനെ ഒരു കാര്യങ്ങളല്ല, പല പല കാര്യങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് മാന്യമായ ഒരു സഭാജീവിതം, നല്ല തിരുമേനിമാര്, നല്ല അച്ഛന്മാര്, നല്ല വിശ്വാസികൾ, ഇതൊക്കെയുള്ള ഒരു സഭാജീവിതം ഉണ്ടാകണം. അങ്ങനെയുള്ള സഭാജീവിതം ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളിടത്ത് എന്നെ പോലെ ഒരാൾക്ക് തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. തിരുമേനിമാരുടെയും അച്ഛന്മാരുടെ ഇടയിൽ എത്ര പീഡനങ്ങൾ നടന്നിട്ടുണ്ട്? എവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനും സർക്കാർ ഇടപെട്ട് ഒരു കമ്മിറ്റി നിയോഗിച്ചാൽ സദാചാരം പറയുന്ന, സുവിശേഷം പറയുന്ന വൈദികർ പലരും അവരുടെ മാന്യതയുടെ മുഖംമൂടി മാറ്റേണ്ടതായിട്ടുള്ള സ്ഥിതി വരും. ഇതൊരു വൈദികൻ തന്നെയാണ് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ചുള്ള ഈ ഒരു കാര്യത്തിൽ ഞാൻ കമ്മീഷന്റെ മുമ്പിൽ പോയപ്പോൾ മെത്രാപ്പൊലീത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാകുമോ? താൻ മരിച്ചാൽ മൃതദേഹം സംസ്കരിക്കരുതെന്നും മെഡിക്കൽ കോളേജിന് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ മൃതദേഹം ഞാൻ മരിച്ചാൽ സംസ്കരിക്കരുത്. എന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിനുള്ളതാണ്. സാധാരണ ഒരു അൽമായൻ, ആ അൽമായൻ മരിച്ചാൽ അടക്കുന്നത് പോലെ അല്ല ഒരു അച്ഛനെ അടക്കുന്നത്. ദീർഘമായ ശുശ്രൂഷകളൊക്കെ നടത്തിയാണ് അടക്കുന്നത്. അങ്ങനെ ഒരു അടക്കം, അങ്ങനെ ഒരു സംസ്കാരം വാഴക്കുന്നവന് വേണ്ട. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.